പക്ഷേ വീട്ടിൽ പ്രസവത്തിന് ഫേവർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വാദം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഒത്തിരി ആൾക്കാർ വീട്ടിലൊക്കെ പ്രസവിച്ചിട്ടുണ്ട്, കുഴപ്പമുണ്ട്. അപ്പം വീട്ടിലെ പ്രസവം എന്ന് വെച്ചാൽ ആ പ്രസവിക്കുന്ന അമ്മമാരോടും പിറക്കാൻ പോകുന്ന കുട്ടികളോടും ചെയ്യുന്ന ഒരു ക്രൂരതയും സ്വാഭാവികമായിട്ടുള്ളൊരു നീതിനിഷേധമാണ്. ഹലോ, ഞാൻ ഡോക്ടർ രജി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, കാരിത്താസ് മാതാ ഹോസ്പിറ്റൽ, കോട്ടയം തള്ളകം. ഞാൻ ഇന്ന് വീട്ടിലെ പ്രസവങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിലും ന്യൂസിനകത്തൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. മലപ്പുറത്തൊരു യുവതി പ്രസവത്തിൽ നിന്ന് ബ്ലഡ് വാർന്ന് മരിച്ചു. അത് വീട്ടിലെ പ്രസവമായിരുന്നു. അപ്പം പ്രസവം ഒരു സങ്കീർണമായ പ്രോസസ്സാണ്. ഡെലിവറി സമയത്ത് മദറിനും കുട്ടിനും ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ നല്ലൊരു വിദഗ്ധമായൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സാന്നിധ്യം, നല്ലൊരു ഫെസിലിറ്റിയുള്ള ആശുപത്രിയിൽ വേണം നിങ്ങൾ ഡെലിവറിക്ക് പോകേണ്ടത്. പക്ഷേ വീട്ടിൽ പ്രസവത്തിന് ഫേവർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വാദം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഒത്തിരി ആൾക്കാർ വീട്ടിലൊക്കെ പ്രസവിച്ചിട്ടുണ്ട്, കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ പണ്ടത്തെ കാലത്ത് മറ്റേ മരണനിരക്കുകൾ, മറ്റേണൽ ഡെത്ത് ആൻഡ് ഫീറ്റൽ ഡെത്തൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അന്നത്തെ ഡേറ്റകളൊന്നും നമ്മുടെ കയ്യിലില്ല. ഇന്ന് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റമൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം നമ്മളൊരു അതിനനുസരിച്ചിട്ട് നമ്മൾ നല്ലൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് അടുത്ത് വേണം നിങ്ങൾ ഡെലിവറിക്ക് പോകേണ്ടത്. പ്രസവശേഷം യൂട്രസിൽ നിന്നുണ്ടാകുന്ന അമിതമായ ബ്ലീഡിങ്, പോസ്റ്റ്പാർട്ടം ഹെമറേജ്, പിന്നെ എപ്പിസോട്ടമി, അതായത് കൊച്ചു വരാൻ വേണ്ടിയിട്ട് യോനി ഭാഗത്തുള്ള ഇൻസിഷനാണ് നമ്മൾ എപ്പിസോട്ടമി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ബ്ലീഡിങ് ഉണ്ടാകാം, ആ സ്റ്റിച്ചിന് പെയിൻ ഉണ്ടാകാം. അപ്പം ഇവിടേക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആശുപത്രിയിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ബേബി ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബേബിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ശ്വാസം വിടാതെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു നല്ലൊരു ആശുപത്രിയിലോ അല്ലെങ്കിൽ നല്ലൊരു നിയോനറ്റോളജിസ്റ്റിൻ്റെ ഒക്കെ സാമീപ്യം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വീട്ടിലെ പ്രസവം എന്ന് വെച്ചാൽ ആ പ്രസവിക്കുന്ന അമ്മമാരോടും പിറക്കാൻ പോകുന്ന കുട്ടികളോടും ചെയ്യുന്ന ഒരു ക്രൂരതയും സ്വാഭാവികമായിട്ടുള്ളൊരു നീതിനിഷേധമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല.